വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ SCERTയിലുള്ള ഭരണഘടനയിലെ ഭാഗങ്ങളാണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ നിന്നുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചാപ്റ്ററാണ് ജനങ്ങൾ ജനങ്ങളാൽ. അപ്പോൾ ഇതിൽ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മേഖല മാത്രമാണ് നമ്മൾ വായിച്ചു വിടുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ് ഹെഡിങ്. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ. അത് നമുക്ക് അറിവുള്ള കാര്യം തന്നെയാണ്. എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളത്? ഗ്രാമതലങ്ങളിൽ എങ്ങനെയായിരിക്കും? 3 രീതിയിലായിരിക്കും അല്ലേ? ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ്. അത് ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാവും, ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരിക്കും. അതുപോലെ നഗരപ്രദേശങ്ങളിൽ എങ്ങനെയായിരിക്കും? മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടായിരുന്ന ഒരു കോട്ടിങ്സ് തന്നെയാണ്. എബ്രഹാം ലിങ്കൻ്റെ ആണത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്നതാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇനി വരാതിരിക്കുന്ന PSC പരീക്ഷ നമുക്ക് കാണാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. എവിടെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം കൊണ്ടതെന്ന് ചോദിച്ചാൽ പുരാതന ഗ്രീസിലെ ഏതൻസിലാണ്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യമെന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടും, അതുപോലെ ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗ്രീസിലുമാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടതും ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് എന്തൊക്കെയുണ്ട്? ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കവും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഭരണം, തിരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ആരാണ്? ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് അഥവാ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നതാണ്. ഇതേത് പദമാണെന്ന് ചോദിച്ചാൽ ഗ്രീക്ക് പദമാണ്. ഇവ ചേർന്നാണ് ഡെമോക്രസി അഥവാ ജനങ്ങളുടെ അധികാരം ഓർ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. അപ്പോൾ ഈ പുരാതന ഗ്രീക്ക് ചരിത്രകാരനാണ് ആര്? ഹെറോഡോട്ടസ്. അദ്ദേഹമാണ് ജനാധിപത്യം എന്ന ഗ്രീക്ക് പദം കൊണ്ടുവന്നതെന്ന് ഓർക്കുക. എന്താണ് ഗ്രാമസഭകളെന്ന് നോക്കാം. ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകളെന്ന് പറഞ്ഞാൽ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഈ ഗ്രാമസഭയിലെ അംഗങ്ങളായിരിക്കും. നഗരങ്ങളിലാണെങ്കിൽ ഇത് വാർഡ് സഭകളെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രാമസഭയുടെ ചെറിയൊരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് നോക്കാം. ജനങ്ങൾ എന്ത് ചെയ്യുന്നു? നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് പ്രത്യക്ഷം അഥവാ പങ്കാളിത്തം എന്നുള്ളത്. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. അപ്പോൾ ആൾ കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരെയും ഈ ഒരു ജനാധിപത്യ കാര്യങ്ങളിലും ഭരണകാര്യങ്ങളിലും നേരിട്ട് പങ്കാളികളാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യമൊക്കെ സാധ്യമാക്കുന്നത്. കേരള നിയമസഭയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായിട്ടുള്ള ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ
എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27-നായിരുന്നു. 1957 ഏപ്രിൽ 27 ഡേറ്റ് സഹിതം പഠിക്കുക. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് അന്ന് നടന്നത്. എല്ലാ വർഷവും അതുകൊണ്ട് ഏപ്രിൽ 27 നിയമസഭാ ദിനം. അടുത്ത് വരാനിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ത്? നിയമസഭാ ദിനം. കേരള നിയമസഭാ ദിനം എന്നാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് ഡേറ്റ് തന്നാൽ നമുക്ക് പറയാം. SCRT നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏപ്രിൽ 27 ഓർക്കുക. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ വർഷം 1888, പിന്നെ ശ്രീമൂലം പ്രജാസഭ 1904, തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ 1949. ഈ വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇനി പ്രത്യക്ഷ ജനാധിപത്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഭരണം നടത്തുന്ന ഒരു ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം. അപ്പോൾ ജനങ്ങൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഭരണത്തിലെ പങ്കാളികളാവുന്നില്ല. അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ പോയിട്ട് ഭരണം നടത്തുന്നത് എന്ന് ഓർക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ പേരെന്താണ്? പ്രാതിനിധ്യ ജനാധിപത്യം എന്നാണ്. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും ഒക്കെ കൂടിയിട്ടുള്ള രാജ്യങ്ങളിൽ എന്ത് പറ്റില്ല? പ്രത്യക്ഷം പറ്റില്ല. അവിടെ എന്താണ് അഡോപ്റ്റ് ചെയ്യുക? പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളതെന്ന് ഓർക്കുക. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സൗദി അറേബ്യയിലെ പുതിയ രാജാവ് അധികാരമേറ്റുന്നൊരു പത്രവാർത്ത പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ രാജഭരണമാണ്. അപ്പോൾ സൗദി അറേബ്യയിൽ എന്ത് ഭരണമാണെന്ന് ചോദിച്ചാൽ രാജഭരണമാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനാധിപത്യ ഭരണം അവസാനിച്ചു. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ജനാധിപത്യ ഭരണം ഇല്ല. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യമാണ് ഉള്ളത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ എന്താണ്? പങ്കാളിത്ത ജനാധിപത്യമാണ് ഉള്ളത് എന്ന് ഓർക്കുക. ജനാധിപത്യം സവിശേഷതകളെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായിട്ടുള്ള അധികാരം ഉണ്ടാവുക. അതുപോലെ സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നൊരു പ്രതിപക്ഷം ഉണ്ടായിരിക്കണം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്നൊരു നിയമവാഴ്ച ഉണ്ടായിരിക്കും. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളുണ്ടാവും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ജനങ്ങൾ വേണം അല്ലേ, ജനങ്ങൾക്കാണ് പരമമായിട്ടുള്ള അധികാരം അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം, പിന്നെ പ്രതിപക്ഷം വേണം, പിന്നെ നിയമവാഴ്ച വേണം, മാധ്യമങ്ങൾ വേണം, ഒരു നീതിന്യായ വ്യവസ്ഥ. അത്രയും കാര്യങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനവും ഇല്ലാതെ നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പം 89 വരെ എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. നമുക്ക് വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ എന്ത് ചെയ്യുക? അസൈൻ ചെയ്യുക, അവരെ നിയമിക്കുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ആ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം നാമനിർദ്ദേശ പത്രിക എന്ത് ചെയ്യുക? പിൻവലിക്കുക. തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക, വോട്ടെടുപ്പ് നടത്തുക, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനൊരു ചെറിയൊരു പഠിച്ചാൽ മതി, വേറെ വലിയ കുഴപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇത് വായിച്ചു വിട്ടാൽ മതി. തിരഞ്ഞെടുപ്പിലെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നോക്കി വെച്ചേക്കാം. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, അതുപോലെ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെയൊക്കെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. എങ്ങോട്ടൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ. ഇവിടേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഇതിൻ്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പം 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്.
അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ എഴുതിയെടുത്ത് നമുക്ക് റെയറായിട്ട് നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ ഏതൊക്കെയാണ് അറിവില്ലാത്തത് എന്നുള്ളത്. അതൊരു ബുക്കിലോട്ട് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. PSC പരീക്ഷ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.